ബൈബിൾ ഹിന്ദി അവതരിപ്പിക്കുന്ന ഹിസ്റ്ററി ഓഫ് ചർച്ചസ് എന്ന പ്രോഗ്രാമിൻ്റെ 4ാമത്തെ എപ്പിസോഡിലെ 2ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുറിച്ചി ഫ്രാൻസിസ് കാനിയ പള്ളിയുടെ ചരിത്രത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഹിസ്റ്ററി സംബന്ധിച്ച ആദ്യത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ കാവൽപിതാവായ പരിശുദ്ധനായ മോർ ഇഗ്നാത്യോസ് ന്യൂറോണയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള ദേവാലയം ഇരിക്കുന്ന സ്ഥലം പടിഞ്ഞാറേതിൽ കുര്യാക്കോസിൻ്റെ അമ്മയുടെ വകയായിരുന്നു. ഈ സ്ഥലം ഏലാങ്കടത്ത് ചെറിയ കുരിയാളയ്ക്ക് 100 രൂപയ്ക്ക് ഒറ്റയ്ക്ക് കൊടുക്കുകയായിരുന്നു. അത് കൈവശ ഒറ്റിയല്ലായിരുന്നു. ഏകദേശം 2 ഏക്കറോളം വരുന്ന വസ്തു കൊല്ലവർഷം 1086 കർക്കിടകം 2-ാം തീയതി, അതായത് 1911 ജൂലൈ 17-ാം തീയതി പടിഞ്ഞാറേതിൽ വെല്ലിമയിൽ നിന്നും ഒറ്റ രൂപ 100 പൊലിച്ചെലവ് പറഞ്ഞ് 3138-ാം നമ്പർ തീറാധാര പ്രകാരം വാങ്ങി. പള്ളി പുരയിടത്തിൻ്റെ വില രോക്കം കൊടുത്തിരുന്നില്ല. 3 വർഷം കഴിഞ്ഞു കൂടിയ പൊതുയോഗത്തിൽ ഇടവകക്കാരിൽ നിന്ന് ഓരോ രൂപ വീതം പിരിച്ച് കടം വീട്ടുവാൻ തീരുമാനിച്ചു. ഒറ്റ രൂപ 100-ഉം പലിശ 23 രൂപയും ഏലാങ്കടത്ത് ചെറിയ കുരിയാള നിര്യാതനായതിനെ തുടർന്ന് അവകാശം കൊടുക്കുകയായിരുന്നു. പള്ളി സ്ഥാപിക്കുന്നതിന് ചാണ്ടിക്കുഞ്ഞാശൻ ചെയ്ത പരിശ്രമങ്ങളുടെ സ്മരണയ്ക്കായി പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന എല്ലാ വിവാഹങ്ങൾക്കും വരുന്ന അയനിയുടെ നേർപകുതി പുതിയ മഠത്തെ കുടുംബത്തിലേക്ക് എന്നാളും കൊടുക്കേണ്ടതാകുന്നുവെന്നും ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. ആദ്യത്തെ 2 വർഷം ചാണ്ടിക്കുഞ്ഞാശനായിരുന്നു ട്രസ്റ്റി. ആ സമയത്ത് സെക്രട്ടറി ഉണ്ടായിരുന്നില്ല. 3-ാമത്തെ വർഷം മുതലാണ് സെക്രട്ടറി തിരഞ്ഞെടുത്തത്. ആദ്യ സെക്രട്ടറി മാമലശ്ശേരിയിൽ ചുമ്മാർ ആയിരുന്നു. അന്ന് ട്രസ്റ്റി മുതലപ്പിടിക്കാരനെന്നും സെക്രട്ടറി കണക്കൻ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. യോഗത്തിൽ സംബന്ധിച്ചിരുന്ന എല്ലാവരും മിനിറ്റ്സ് ബുക്കിൽ പേരെഴുതി ഒപ്പിട്ടിരുന്നു. വികാരി ബഹുമാനപ്പെട്ട പള്ളിക്കപ്പറമ്പിൽ കുര്യാക്കോസ് കശീശ അഗ്രാസനസ്ഥൻ ആയിരുന്നുവെന്നാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ പൊതുയോഗത്തിൽ 42 പേർ സംബന്ധിച്ചിരുന്നു. പള്ളിയിലെ രജിസ്റ്റർ ചെയ്ത ഉടമ്പടി അനുസരിച്ച് 16 ചക്രം, 12 ചക്രം, 8 ചക്രം, 4 ചക്രം എന്നിങ്ങനെ പൊതുയോഗ പ്രവേശന ഫീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അയനി അവകാശം പുതിയ മഠത്തിലെ കുടുംബത്തിനും ഉണ്ടായിരുന്നു. പ്രവേശന ഫീസ് അടച്ചവർക്ക് എല്ലാവർക്കും വോട്ടവകാശവും ഉണ്ടായിരുന്നു. എങ്കിലും 16 ചക്രം പ്രവേശന ഫീസ് അടച്ചവർക്ക് ട്രസ്റ്റി ആകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. 18 വർഷം അയനി കൊടുത്തതിന് ശേഷം ഇനിയും അയനി കൊടുക്കേണ്ടതില്ല എന്ന് പൊതുയോഗം തീരുമാനിച്ചു. തുടർന്ന് ചാണ്ടിക്കുഞ്ഞാശാൻ്റെ അന്ന് ജീവിച്ചിരുന്ന 3 മക്കളിൽ മൂത്ത മകൻ ചാണ്ടിച്ചെറിയാനും ഇളയ മകൻ PC ആൻഡ്രൂസും അയനി അവകാശം ഒഴിഞ്ഞതായി എഴുതിക്കൊടുത്തു. ഇടവകയുടെ ആദ്യകാല ട്രസ്റ്റികളിൽ ഒരാളായ കാര്യക്കോട്ട് കുര്യാളുടെ നിര്യാണ സമയത്ത് അതിശക്തമായ 99 വെള്ളപ്പൊക്കത്തിൽ, അതായത് 1924, പള്ളിപ്പറമ്പിലെല്ലാം വെള്ളം കയറി. ശവമടക്ക് ദുഷ്കരമായതിനാൽ വള്ളത്തിൽ മണ്ണ് കൊണ്ടുവന്ന് മണ്ണിടുയർത്തിയാണ് ശവമടക്ക് നടത്തിയത്. അതിനെ തുടർന്നാണ് ശവക്കോട്ടപ്പറമ്പ് തറനിരപ്പിൽ നിന്ന് മണ്ണിടുയർത്തി കെട്ടിയത്. പിന്നീട് ടൈൽസ് പാകി മനോഹരമായ രീതിയിൽ ശവക്കോട്ട പണിയുകയും ചെയ്തു. പള്ളിയിൽ ആദ്യം മാമോദിസ മുങ്ങിയത് കാരിയിൽ, അതായത് 10-ൽ കുര്യനാണ്. ആദ്യ വിവാഹം നടന്നത് പങ്കച്ചേരി കുഞ്ഞിൻ്റേതാണ്. ആദ്യ ശവസംസ്കാരം നടന്നത് വേലമ്പറമ്പിൽ കുഞ്ഞൂസിൻ്റെ മാതാവിൻ്റേതാണ്. പള്ളിയുടെ ആദ്യത്തെ പ്രധാന സൂക്ഷകൻ കോയിക്കപ്പറമ്പിൽ കുരിയാളയും അതിനുശേഷം പടിഞ്ഞാറേതിൽ കുര്യാക്കോസും തുടർന്ന് ഇടത്തി താഴ്ചയിൽ സ്കറിയയുമായിരുന്നു. ഇപ്പോഴത്തെ പ്രധാന സൂക്ഷകനായി സജി ചക്കാലി സേവനമനുഷ്ഠിക്കുന്നു. ഇടവകക്കാരുടെ ഒത്തൊരുമയുടെയും ഐക്യത്തിൻ്റെയും ശ്രമഫലമായി പള്ളിയും പരിസരവും ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമാക്കുവാൻ സാധിച്ചു. ആദ്യകാലം മുതൽ കുറിച്ചിയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മോർ ഇഗ്നാത്യോസ് പള്ളി വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിന് ഒരു ചെറിയ ഉദാഹരണമാണ് കുറിച്ചി സർക്കാർ സ്കൂളിൽ 6-7 ക്ലാസുകൾ തുടങ്ങുവാൻ കെട്ടിടം പണിയുന്നതിനായി പള്ളിയിൽ നിന്നും മുതൽ ഇല്ലാതിരുന്നിട്ട് കൂടിയും പ്രോമിസറി നോട്ട് കൊടുത്ത് 40 രൂപ കടം വാങ്ങി സ്കൂളിന് സംഭാവന നൽകുവാൻ 1994 മകനം 13-ാം തീയതി കൂടിയ പള്ളിയുടെ 6ാമത് പൊതുയോഗം തീരുമാനിച്ചത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഉൾപ്പെടെ സുറിയാനി സഭ ഘടിപ്പിച്ചു തന്നിരിക്കുന്ന എല്ലാ മാറനായ പെരുന്നാളുകളും വിശുദ്ധ ഗീവർഗീസ് സഹതായുടെയും പരിശുദ്ധ പരമര തിരുമേനിയുടെയും പരിശുദ്ധ ഏലിയാൻ തൃതീയ പാത്രിക്കീസ് ബാബയുടെയും പരിശുദ്ധ ഇഗ്നാത്യോസ് സഹതായുടെയും പെരുന്നാളുകൾ ഭക്തി നിർഭരമായി ഇടവക ഒന്നാകെ കൊണ്ടാടുന്നു.